friends, welcome to YouTube channel Max with Seri. My name is Seri. I am going to video. The basic topic is Max. Other PSC questions. Fractions and decimals relation. That's why conversion is topic. PSC classes video support video ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഡെസിമൽസും ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ ഉണ്ട് അതിനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷനെ ഡെസിമൽ ആക്കാൻ പറ്റും ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാനും പറ്റും രണ്ടിനെയും കൺവേർഷൻ നമുക്ക് പറ്റും ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഡെസിമൽസിനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അത് ഡെസിമൽസിൽ ഞാൻ ഒരു മൂന്ന് എക്സാമ്പിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് വൺ 7.9 സെക്കൻഡ് വൺ 5.24 തേർഡ് വൺ 0.483 എന്ന 3 നമ്പേഴ്സാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതിനെ എങ്ങനെ ഫ്രാക്ഷനിലോട്ട് കൺവേർഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത് ഇത് ചെറിയ ക്ലാസ്സിൽ 5th 6th സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത് PSCയിൽ ചോദിക്കാറുണ്ട് ഇതിൻ്റെ കുറച്ച് ഹയർ ആയിട്ട് PSCകളിൽ വരാറുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം ഇതിപ്പം ആദ്യം ഇതിൻ്റെ ബേസിക് നോക്കാം 7.9 എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനിലോട്ട് കൺവേർഷൻ ചെയ്യുന്നത് സിമ്പിളാണ് നമ്മൾ ഈ ഡെസിമൽ അവോയ്ഡ് ചെയ്യുക 7.9 എന്നുള്ളതിൻ്റെ ഡെസിമൽ മാറ്റുമ്പോൾ നമ്പർ എന്തായിട്ട് മാറും 79 ആവും അപ്പം 79 നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതും എപ്പോഴും ഫ്രാക്ഷൻ പറയുമ്പോൾ ഫ്രാക്ഷന് ന്യൂമറേറ്റർ ഉണ്ടാവും ഡിനോമിനേറ്റർ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഡെസിമൽ അവോയ്ഡ് ചെയ്യുമ്പം 7.9 ഡെസിമൽ അവോയ്ഡ് ചെയ്യുമ്പം 79 എന്നാവും ആ 79 ന്യൂമറേറ്ററിൽ എഴുതാം ഇനി ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എഴുതിയിട്ട് 1 കഴിഞ്ഞ് 1 കൊടുക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് എത്ര ഡെസിമൽ കഴിഞ്ഞിട്ടാണോ അത് റൈറ്റിൽ നിന്ന് നോക്കണം റൈറ്റിൽ നിന്ന് എത്ര ഡിജിറ്റ് കഴിഞ്ഞിട്ടാണോ ഡെസിമൽ വന്നിരിക്കുന്നത് അത്രയും സീറോസ് കൊടുക്കണം റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ എത്ര ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡെസിമൽ പോയിന്റ് വന്നിരിക്കുന്നത് ഒരു ഡിജിറ്റ് അതുകൊണ്ട് 1 കഴിഞ്ഞിട്ട് ഒരു സീറോ ദാറ്റ് ഈസ് 79/10 എന്ന കൺവേർഷൻ ആയിരിക്കും ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നത് അപ്പോൾ ഡെസിമൽസിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഡെസിമൽ അവോയ്ഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിനെ ന്യൂമറേറ്ററിൽ എഴുതുക ഡിനോമിനേറ്ററിൽ എഴുതുന്നത് 1 കഴിഞ്ഞിട്ട് റൈറ്റിൽ നിന്ന് എത്ര ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് വന്നിരിക്കുന്നത് അത്രയും സീറോസ് കൊടുക്കുക റൈറ്റിൽ നിന്ന് ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഡെസിമൽ പോയിന്റ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ 1 കഴിഞ്ഞിട്ട് 0 കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്പർ 10 ആയി മാറും അപ്പോൾ നമ്മളുടെ ഫ്രാക്ഷൻ എന്നുള്ളത് 79/10 എന്ന ഫ്രാക്ഷൻ ആയിരിക്കും നമുക്ക് വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ കൺവേർഷൻ ചെയ്യുന്നത് ഡെസിമൽസിനെ ഫ്രാക്ഷനിലോട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം 5.24 എന്നാണ് നമ്മുടെ ഡെസിമൽ നമ്പർ ഡെസിമൽ അവോയ്ഡ് ചെയ്യുമ്പോൾ 5.24 എന്നുള്ളത് എന്ത് നമ്പറായിട്ട് മാറും 524 എന്നാവും നമ്പർ 524 ഇനി അത് ന്യൂമറേറ്ററിൽ വരും ഡിനോമിനേറ്ററിൽ എഴുതുമ്പോഴോ റൈറ്റിൽ നിന്ന് എത്ര ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് ഡെസിമൽ വന്നിരിക്കുന്നത് നോക്കുക ലെഫ്റ്റിൽ നിന്ന് നോക്കില്ല റൈറ്റിൽ നിന്ന് എത്ര ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് 2 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ 1 കഴിഞ്ഞിട്ട് 2 സീറോസ് അതായത് 524/100 എന്നാവും നമ്മളുടെ ഫ്രാക്ഷൻ ഇങ്ങനെയാണ് കൺവേർഷൻ ചെയ്യുന്നത് നെക്സ്റ്റ് നോക്കുക 0.483 അതാണ് നമ്മളുടെ ഡെസിമൽ 0.483 നമ്മൾ ഡെസിമൽ അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്പർ 0483 എന്ന് വരും ഏറ്റവും ലെഫ്റ്റിൽ 0 ഉണ്ടെങ്കിൽ ആ സീറോയ്ക്ക് വാല്യൂ ഇല്ല ബാക്കിയുള്ള വാല്യൂസ് ദാറ്റ് ഈസ് 0 പോയിന്റ് അവോയ്ഡ് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റും ഈ സീറോയും നമുക്ക് വേണ്ട അത് അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്പർ 483 എന്നാവും അത് ന്യൂമറേറ്ററിൽ വരും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എഴുതുമ്പോഴോ 1 എഴുതുക എത്ര ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് റൈറ്റിൽ നിന്ന് നോക്കുക ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ 1 ഡിജിറ്റാണ് അതല്ല നോക്കേണ്ടത് റൈറ്റിൽ നിന്ന് എത്ര ഡിജിറ്റാണ് നോക്കുക 1 2 3 ഡിജിറ്റ് ആയതുകൊണ്ട് 3 സീറോസ് ഇതാണ് ഇതിൻ്റെ ഫ്രാക്ഷനിലോട്ടുള്ള കൺവേർഷൻ വരുന്നത് ഇതാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കാറുള്ളത് എങ്ങനെയാണ് ഇതിനെ കൺവേർഷൻ ചെയ്യുന്നത് ഡെസിമൽസിന് എങ്ങനെ ഫ്രാക്ഷനിലോട്ട് കൺവേർഷൻ ചെയ്യും എന്നുള്ളതിൻ്റെ സിമ്പിൾ മെത്തേഡാണ് ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പേഴ്സിനെ എങ്ങനെ ഫ്രാക്ഷനിലോട്ട് കൺവേർഷൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഹയർ പ്രോബ്ലംസ് ആണ് നമ്മൾ PSCയിൽ ചോദിക്കാറുള്ളത് അത് റെക്കറിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് റെക്കറിങ് മീൻസ് ആവർത്തിച്ച് വരുന്നത് ആവർത്തന സംഖ്യ എന്ന് പറയും അങ്ങനെയുള്ള നമ്പേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനിലോട്ട് കൺവേർഷൻ ചെയ്യുന്ന ആ ഒരു രീതിയാണ് PSCയിൽ ചോദിക്കാറ് അപ്പോൾ അതിൻ്റെ ഒരു
വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പഠിക്കാനുള്ളൊരു മെത്തേഡാണ്. പക്ഷേ ഇതറിയെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളതും ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിക്കാണ് ഞാൻ ചെയ്തത്. എങ്ങനെ ഡെസിമൽസിന് നമ്മൾ എങ്ങനെ ഫ്രാക്ഷനിലോട്ട് കൺവേർഷൻ ചെയ്യാം എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.